നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും പുനരധിവാസ തൊഴിൽ പരിപാടിയും നടന്നു. ജനുവരി 13-14 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ തിരുവാതിര മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് അക്ഷരശ്ലോകം, തിരുവാതിരക്കളി, വിശേഷാൽ പൂജകൾക്കു ശേഷം സഹസ്ര കലശാഭിഷേകം, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ചേർപ്പ് CNN സ്റ്റുഡൻസ് അലുമിനി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും 3ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. സ്റ്റുഡൻസ് അലുമിനി ഫോറം അംഗം ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും പുനരധിവാസ തൊഴിൽ പരിപാടിയും നടന്നു. ജനുവരി 13-14 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നമ്മുടെ പാലിയേറ്റീവ് രംഗത്ത് മികച്ച പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃകയാവുന്ന രീതിയിലുള്ള പാലിയേറ്റീവ് സംവിധാനങ്ങളാണ് കേരളത്തിലുള്ളത്. സർക്കാർ തലത്തിലും ത്രിതല പഞ്ചായത്ത് തലത്തിലുമൊക്കെ പാലിയേറ്റീവ് നയത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ തലത്തിലും ത്രിതല പഞ്ചായത്ത് തലത്തിലും മാത്രമല്ല, നമ്മുടെ സാമൂഹികമായിട്ട് ഇടപെടുന്ന എല്ലാ മനുഷ്യരുടെയും സമൂഹത്തിലെ കാര്യങ്ങൾ സ്പർശം ഉള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചാണ് നമ്മുടെ പാലിയേറ്റീവ് രംഗത്തുള്ള നമ്മുടെ സഹോദരങ്ങളെ പൊതുസമൂഹത്തോടൊപ്പം അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ്, മുന്നേറ്റങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് മുഖ്യാതിഥിയായിരുന്നു. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ KT സുജ പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് മണ്ണുത്തി കില ട്രെയിനിംഗ് സെന്ററിലെ കോഴ്സ് കോർഡിനേറ്റർ മനോജിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ തൊഴിൽ പരിശീലനം നൽകി. തുടർന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് CS അഞ്ജു, പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നഴ്സ് ജോസ്മി ജോണി, ഹെൽത്ത് സൂപ്പർവൈസർ KM ഉമേഷ്, ജെറി ജോസഫ്, PN അയന എന്നിവർ സംസാരിച്ചു. എല്ലാ വർഷവും ഇതുപോലെ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പദ്ധതി നമ്മളെല്ലാ വർഷവും വയ്ക്കാറുള്ളത് തന്നെയാണ്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വെച്ചിട്ടുള്ള ഒരു പരിശീലന പരിപാടിയാണ്. നമ്മൾ ഓരോ വർഷവും പരിശീലനങ്ങൾ കൊടുക്കുമ്പോൾ നേരിടുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് പരിശീലനമൊക്കെ പൂർത്തീകരിച്ച് ഈ പരിപാടി ചെയ്തു വരുമ്പോൾ വിപണനമാണ് നമ്മുടെ സാധാരണഗതിയിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം. ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ ബ്ലോക്ക് മെമ്പർമാര് എല്ലാ രീതിയിലും സഹായിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാലും എല്ലാ സാഹചര്യങ്ങളിലും ചിലപ്പോൾ നമുക്ക് സഹായിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ തിരുവാതിര മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് അക്ഷരശ്ലോകം, തിരുവാതിരക്കളി, വിശേഷാൽ പൂജകൾക്കു ശേഷം സഹസ്ര കലശാഭിഷേകം, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി ശ്രീ വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തിരുവാതിര മഹോത്സവ പരിപാടികൾക്ക് പ്രസിഡന്റ് രാജീവ് കണാറ, സെക്രട്ടറി ER ജയചന്ദ്രൻ, അരവിന്ദാക്ഷൻ കർത്താവ്, രാമചന്ദ്രൻ, ബേബി, ജയൻ അവണിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച 5:30 മഹാഗണപതി ഹോമം, പ്രസാദ വിതരണം, 10 മുതൽ പ്രസാദ ഊട്ട്, നിറമാല, ചുറ്റുവിളക്ക് എന്നീ ചടങ്ങുകൾ നടക്കും. 1980-85-90 കാലഘട്ടങ്ങളിൽ എല്ലാ കൊല്ലവും ഇത് നടന്നു വന്നിരുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ
അത് താൽക്കാലികമായിട്ടാണ് നിന്നുപോയി. ഇപ്പോൾ ഈ കൊല്ലം മുതലേ 2025 മുതൽക്ക് നമുക്കത് പൂർവാധികം ഭംഗിയോടെയും ചിട്ടയോടെയും ഗംഭീരമായി നിങ്ങളുടെ പ്രവചനങ്ങളുടെ എല്ലാവരും സഹകരണത്തോടുകൂടി സാക്ഷാൽ തൃത്താമരശ്ശേരി തേവരുടെ അനുഗ്രഹത്തോടുകൂടി നമുക്കത് പുനരാവിഷ്കരിക്കാൻ സാധിച്ചു. അതിൻ്റെ വേദി ഇവിടെ ഈ ദിവസം ഉദ്ഘാടനം നിങ്ങളുടെയൊക്കെ അനുഭവത്തോടുകൂടി തൃത്താമരശ്ശേരി ശ്രീ പാർവതിയുടെയും ശ്രീ ഭഗവാന്റെയും അനുഗ്രഹത്തോടുകൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യും. കണ്ണോ പാർക്കാൻ കനിയേറെ പൊൻപോള ചാർത്തി മിന്ന പൊന്മേനി ഉള്ളം ഹാരിച്ചു തുള്ളണേ. ചേർപ്പ് CNN സ്റ്റുഡൻസ് അലൂമിനി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും 3ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. സ്റ്റുഡൻസ് അലൂമിനി ഫോറം അംഗം ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹപൂർവ്വം CNN 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്റ്റുഡൻസ് അലൂമിനി ഫോറം പ്രസിഡന്റ് സുമതി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി C. വിജയൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അന്തരിച്ച MT വാസുദേവൻ നായർ, മൻമോഹൻ സിംഗ്, P. ജയചന്ദ്രൻ എന്നിവരെ അനുസ്മരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഹരിദാസൻ മാസ്റ്റർ, CN ഗോവിന്ദൻകുട്ടി, AR രാധ, ഹരികുമാർ, ഉമേഷ് കുമാർ എന്നിവരും സംസാരിച്ചു. കുട്ടിക്കാലത്ത് കേട്ടുകൊണ്ടിരുന്ന ശബ്ദങ്ങളിൽ ഒരു ശബ്ദമാണ് ജയേന്ദ്രൻ. ദാസേട്ടൻ, ജയേന്ദ്രൻ, പിന്നെ ഫീമെയിൽ P. സുശീലാമ്മ, ജാനകിയമ്മ, വാണിജ്യരണം. ഇതാണ് എൻ്റെ മനസ്സിലുള്ള 5 ഗായകർ. അതിൽ 2ാം സ്ഥാനം ജയേന്ദ്രനാണ്. അത് ഇന്നും അന്നും ഇപ്പോഴും. അദ്ദേഹം ഭാവഗായകൻ എന്നാണ് അറിയപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ഭാവവും ഇല്ലാത്ത ഗായകൻ, ആ ഭാവന ഉദ്ദേശിച്ച അഹംഭാവം ഇല്ലാത്ത ഒരു ഗായകനാണ് ജയേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ എളിമ വളരെയധികം പല വ്യക്തിത്വങ്ങളും ഇന്റർവ്യൂസിലൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആറാട്ടുപുഴ നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര മഹോത്സവം വിവിധ കലാപരിപാടികളോടെ സംഘടിപ്പിച്ചു. സമാജം പ്രസിഡന്റ് C. വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നായർ സമാജം സെക്രട്ടറി K. രവീന്ദ്രനാഥ് അധ്യക്ഷനായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടൻതുള്ളലിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയ അതിഥി M. ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. മല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ്, K. രാജഗോപാലൻ, M. രാജേന്ദ്രൻ, K. ഹരിനാരായണൻ, വനിതാ സമാജം പ്രസിഡന്റ് ഇന്ദിര രാമചന്ദ്രൻ, മായ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. അമ്മാടം മൂശാരി സമുദായ സഭയുടെ കുടുംബ സംഗമം നടന്നു. മൂശാരി സമുദായ സഭ സംസ്ഥാന പ്രസിഡന്റ് അപ്പുക്കുട്ടൻ ആചാരി ഉദ്ഘാടനം ചെയ്തു. MMS അമ്മാടം യൂണിറ്റ് പ്രസിഡന്റ് ലളിത വടക്കാഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അപ്പുക്കുട്ടൻ ആചാര്യയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് പലവ്യഞ്ജന കിറ്റ് മിതമായ നിരക്കിൽ സമുദായ അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. MMS ജില്ലാ പ്രസിഡന്റ് രഘു കൂത്തുപാലയ്ക്കൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ മുതിർന്ന വെങ്കല തൊഴിലാളി രാജൻ പ്ലാവളപ്പിലിനെയും മറ്റു വെങ്കല കരകൗശല വിദഗ്ധരായ PM അശോകൻ, PM മോഹൻദാസ്, മുരളി കണിമംഗലത്ത്, വാസു കൂത്തുപാലയ്ക്കൽ, രാജേന്ദ്രൻ തൊഴുക്കാട്ടിൽ, വിജിത വിജയകുമാർ എന്നിവരെയും മൊമെന്റോ നൽകി ആദരിച്ചു. MMS തൃശൂർ ജില്ലാ പ്രസിഡന്റ് രഘു കൂത്തുപാലയ്ക്കൽ, ജില്ലാ സെക്രട്ടറി സുരേഷ് കുന്നംകുളം, സംസ്ഥാന സമിതി അംഗം വിനു ചേർപ്പ്, ജില്ലയിലെ മറ്റ് MMS യൂണിറ്റിലെ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. രഘു കൂത്തുപാലയ്ക്കൽ, വിനു ചേർപ്പ്, സുരേഷ് കുന്നംകുളം, സുരേഷ് മാപ്രാണം, രാജേഷ് കുന്നുമൽ, സുരേഷ് ഒല്ലൂർ, ജയദാസ് കൂത്തുപാലയ്ക്കൽ, ഷാജു കൂത്തുപാലയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിൽ EEP പദ്ധതിയുടെ ഭാഗമായി ചിത്രപതംഗം, ശലഭോദ്യാനം, പരിസ്ഥിതി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ അബി തുമ്പൂർ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ രാജീവ് കുമാർ അധ്യക്ഷനായി. തുടർന്ന് ചിത്രശലഭങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും ചിത്രശലഭങ്ങളുടെ ചിത്ര പ്രദർശനവും നടത്തി. ചടങ്ങിൽ PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ, VA സൗമ്യ, S. ധ്വനി മണക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ശലഭം വരാൻ പൂക്കളുള്ള ചെടികൾ നമ്മുടെ വീടുകളിൽ വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകണത്? ഇന്ന് മുതൽ നമ്മൾ സ്കൂളിൽ വരുന്നത് പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശലഭങ്ങൾ നമ്മളുടെ കൂടെ നമ്മുടെ സ്കൂളിലേക്ക് വരാൻ പോകുന്നു. സന്തോഷമായില്ലേ? അങ്ങനെ ശലഭങ്ങൾ വരണമെങ്കിൽ നമ്മൾ ശലഭങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ വിരിയുന്ന
ചെടികൾ നമ്മൾ നമ്മളുടെ ശലഭോദ്യാനത്തിൽ കൊണ്ട് നടണം. അത് മാഷും ടീച്ചറും PTA പ്രസിഡൻ്റൊക്കെ നട്ട് നനയ്ക്കുന്നത് പോലെ നമ്മൾ കുഞ്ഞുങ്ങളെ അമ്മമാർ വളർത്തുന്നത് പോലെ ആ ചെടികളെ ഓമനിച്ച് വളർത്തണം. BLS ഏങ്ങണ്ടിയൂരിന്റെയും ഫീനിക്സ് മെഡിസിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് DYSP PR ബിജോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഒരു തരത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ എല്ലാ ജനങ്ങളെയും കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു സ്ഥലം, അതും ഇതൊരു സർക്കാരിൻ്റെ ഇത് കിട്ടുന്നതല്ല തോന്നുന്നു അല്ലേ? ഒന്നുമല്ല. അല്ലാതെ നമ്മളെ നിൽക്കുന്ന ഈ സ്ഥലം ഇതൊക്കെ അവർ തന്നെ കെട്ടിപ്പൊക്കിയതാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് ഇവിടെ. ഞങ്ങളൊക്കെ വളരെ ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ്. അതായത് എല്ലാം മറന്നുകൊണ്ട് എല്ലാ യുവാക്കൾക്കും, യുവത പ്ലസ് വയസ്സായവർക്കൊക്കെ ഒന്ന് ഇരിക്കാനുള്ള ഒരു സ്ഥലം, സംസാരിക്കാനുള്ള ഒരു സ്ഥലം, നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളെക്കാളൊക്കെ വിട്ടുകൊണ്ട് അതിനും മേലെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയുക, റീകോൾ ചെയ്യാനുള്ള ഒരു സ്ഥലവുമായിട്ട് ഇത്രയും നല്ലൊരു ബിൽഡിംഗ് വരുന്നത് തന്നെ വലിയ കാര്യമാണെന്നാണ് എന്റെ വിശ്വാസം. പ്രസിഡന്റ് OK പ്രൈസൻ അധ്യക്ഷനായി. BLS എന്ന് പറയുന്ന ഒരു സംഘടന നമുക്കറിയാം. 1957 മുതൽ ജീവകാരുണ്യ മേഖലയിലായാലും കലാ സാംസ്കാരിക സാഹിത്യ, അതുപോലെ തന്നെ കായിക മേഖലയിൽ, കൃഷി, എല്ലാ മേഖലയിലും എല്ലാ പരിപാടികളും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. ഫീനിക്സ് മെഡിസിറ്റി സൂപ്രണ്ട് ഡോക്ടർ EK രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ഫിനിക്സ് മെഡിസിറ്റി ഞാനോട് പറയണം, പേര് പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഫിനിക്സ് വാസ്തവത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഫിനിക്സ് പക്ഷിയെ പറ്റി ഓർത്തിരുന്നാൽ മതി. ഫിനിക്സ് പക്ഷിയെ കേട്ടിരിക്കാതെ ആരില്ല, ഒന്നാവില്ല. ഫിനിക്സ് പക്ഷിയുടെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. ഫിനിക്സ് പക്ഷിയുടെ കണ്ണുനീരിന് മുഴുവണക്കാനുള്ള ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. ഹാരി പോട്ടർ സിനിമകളെ പറ്റി കേൾക്കാത്ത ആരുമുണ്ടാവില്ല. ഹാരി പോട്ടർക്ക് ഗുരുതരമായ പരിക്കുകളെടുക്കുമ്പോൾ ഫിനിക്സ് പക്ഷിയുടെ കണ്ണുനീര് പറ്റിയാണ് അതിനെ മുഴുവണക്കിയിരിക്കുന്നത്. ഫിനിക്സ് പക്ഷി ഒരേ സമയം ഒരു ഫിനിക്സ് പക്ഷിയെ ജീവിച്ചിരിക്കുള്ളൂ. അതിൻ്റെ ലൈഫ്കാലം, ജീവിതകാലം 500 വർഷമാണ്. അങ്ങനെ മരണത്തോട് മുമ്പ് ഫിനിക്സ് പക്ഷി ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. ഫിനിക്സ് പക്ഷി സൂര്യനിലേക്ക് പറക്കും 500 വർഷമാകുമ്പോൾ. അങ്ങനെ സൂര്യനിലേക്ക് പറക്കുന്ന ഫിനിക്സ് പക്ഷി കഴിഞ്ഞ് ചാരമായ ഉടനെ ആ ചാരത്തിൽ നിന്ന് മറ്റൊരു ഫിനിക്സ് പക്ഷി ജനിക്കും. അതായത് ഒരേ സമയം ഒരു ഫിനിക്സ് പക്ഷി ഉണ്ടാകും. അങ്ങനെ ഈ പേരിട്ടപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരിക്കലും ഒരു കാലത്ത് ആർക്കും തകർക്കാനോ തകർക്കാനാവാത്ത ഒരു മഹാ ആരോഗ്യ പ്രസ്ഥാനമാണ് ഫിനിക്സ് മെഡിസിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജനറൽ മെഡിസിൻ, കാർഡിയോളജി, ഓർത്തോ, പീഡിയാട്രീഷ്യൻ എന്നീ വിഭാഗങ്ങളിലാണ് പരിശോധന നടത്തിയത്. 250-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. മുഖ്യ രക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി, വാർഡ് മെമ്പർ പ്രീത സജീവ്, സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. പുനർനിർമ്മിച്ച CPI കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും ഓഫീസ് ഉദ്ഘാടനവും CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് നിർവഹിച്ചു. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗം TB ഷാജി അധ്യക്ഷനായി. CPI സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പാറൻ സ്മാരക സ്തൂപം ഉദ്ഘാടനം ചെയ്തു. CPI ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗം TB ഷാജി അധ്യക്ഷനായി. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ KK ജോബി, KM ജയദേവൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AB ജയപ്രകാശ്, അസിസ്റ്റന്റ് സെക്രട്ടറി TR സുനിൽ, ഷീല വിജയകുമാർ, ഉല്ലാസ് കണ്ണോളി, KK രാജേന്ദ്ര ബാബു എന്നിവർ സംസാരിച്ചു. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും പരിക്ക്. പുതുക്കാട് തെക്കേത്തുറവ് പള്ളം പൂതംകുറ്റി വീട്ടിൽ ഷനോജിന്റെ ഭാര്യ ജിസ്ന, മകൾ തന്മയ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ പുതുക്കാട് പോലീസ് സ്റ്റേഷനു സമീപമായിരുന്നു അപകടം. തെക്കേത്തുറവിൽ നിന്ന് വന്ന സ്കൂട്ടർ ദേശീയപാതയിലേക്ക് കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ മകളുടെ നില ഗുരുതരമാണ്.
പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും പുനരധിവാസ തൊഴിൽ പരിപാടിയും നടന്നു. ജനുവരി 13, 14 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ തിരുവാതിര മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് അക്ഷരശ്ലോകം, തിരുവാതിരക്കളി, വിശേഷാൽ പൂജകൾക്കു ശേഷം സഹസ്ര കലശാഭിഷേകം, നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ചേർപ്പ് CNN സ്റ്റുഡൻസ് അലുമിനി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും 3ാം വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. സ്റ്റുഡൻസ് അലുമിനി ഫോറം അംഗം ഉണ്ണികൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.